ഹലോ ഫ്രണ്ട്സ്. ഹായ്. നമ്മളെ ഇവിടെ ഒരു 150 രൂപയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് വല നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലവ് ബേഡ്സിനെ ഇണക്കി വളർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ബദാം മരം നിൽപ്പുണ്ട്. അതിന് ചുറ്റുമായിട്ട് നമ്മളിങ്ങനെ ഒരു കൂട് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൂട് ഉണ്ടാക്കുന്നത്, അതിനെ ചുറ്റി വരിഞ്ഞ് അവർക്ക് അതിൻ്റെ ഉള്ളിൽ പറന്ന് നടക്കാനുള്ളൊരു ഏരിയ നമ്മൾ കണ്ടു വേണം നമുക്കത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരു വിധം വലിയൊരു അവർക്ക് പറന്ന് നടക്കാനുള്ള, നന്നായിട്ട് പറന്ന് നടക്കാനുള്ളൊരു ഏരിയ ഉണ്ടാകും അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ നമ്മളത് ആ കൂട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കൂടിൻ്റെ ഉള്ളിൽ നല്ലോണം വിസ്താരമുണ്ട് കേട്ടോ. നല്ലോണം പറന്ന് നടക്കാനുള്ള സ്ഥലമുണ്ട് അവർക്ക്. അപ്പോൾ നമ്മൾ ആദ്യം 2 ലവ് ബേഡ്സിനാണ് വാങ്ങിച്ചത്. അധികം എണ്ണായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങി കിട്ടില്ല. 2 എണ്ണമൊക്കെ ആകുമ്പോഴേ ആദ്യം ഇണങ്ങി വരുള്ളൂ. അപ്പോൾ അധികമാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടും പറക്കുമ്പോൾ ആയിട്ടങ്ങ് പേടിച്ച് തന്നെ ഇരിക്കുള്ളൂ അതിങ്ങ്. പക്ഷേ ഈ 2 എണ്ണം ആകുമ്പോൾ നമ്മളായിട്ട് പെട്ടെന്ന് ഇണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ കടയിൽ പോയിട്ട് ഒരു യെല്ലോയും ഒരു വൈറ്റും ലവ് ബേഡ്സിനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടൊക്കെ റെഡിയാക്കി അവരെ തുറന്നു വിടാൻ പോവുകയാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ നല്ല പേടിച്ചാണ് അവർ പറക്കുന്നത്. കണ്ടോ, ഒരുത്തിൽ ഇരുന്ന് അവർ ഇരിക്കുന്നതും കൂടി ഇല്ല. നല്ല പേടിച്ചാണ് പറക്കുന്നത്. പക്ഷെ നമ്മളൊരു 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഒരു മാറ്റം കാണാം കേട്ടോ. കാരണം അവരടുത്തേക്ക് ചെല്ലാനുള്ളൊരു ആക്സസ് നമുക്കുണ്ട്. കണ്ടോ, നമുക്ക് അവരടുത്തേക്ക് കയറി ചെല്ലാനുള്ളൊരു ഏരിയ നമുക്ക് ഉണ്ടായിരിക്കണം. സാധാരണ ലവ് ബേഡ്സിൻ്റെ കൂടെന്ന് പറയുമ്പോൾ ചെറിയൊരു നെറ്റ് അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് തീറ്റ ഇട്ട് കൊടുക്കാൻ മാത്രമുള്ളൊരു ആക്സസ് ഉണ്ടാവുള്ളൂ. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അവർ നമ്മളായിട്ട് നന്നായിട്ട് ഇണങ്ങുന്നൊരു പക്ഷി തന്നെയാണ് കേട്ടോ ലവ് ബേഡ്സ്. ഇപ്പോൾ ഇത് 3ാമത്തെ ദിവസമാണ് കേട്ടോ കാണുന്നത്. ഇനിയൊരു ആഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതാ നോക്കി കണ്ടോ, നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ടാവുന്നു കണ്ടോ. നമ്മൾ താഴെയൊക്കെ തീറ്റ വെച്ച് കൊടുത്താലും അവർ നമ്മളെ കയ്യിലൊന്ന് കഴിക്കും. അതാണ്. അപ്പോൾ ഇങ്ങനെ ലവ് ബേഡ്സിനെ ഇണക്കി വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ കൂട് സെറ്റ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ മേൽവശം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ നനയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇവരിണങ്ങുന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.